ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും പരിചയപ്പെട്ടു. അപ്പം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പോരായ്മകൾ സംഭവിച്ചു. അതിനകത്ത് വോയിസ് ക്ലാരിറ്റി കുറവായിരുന്നു. കാര്യം നമ്മൾ ഔട്ട്ഡോർ എടുത്തപ്പോൾ അതിനകത്ത് മൈക്ക് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായി. അപ്പം ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മുടെ വാട്സപ്പ് അതിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് എല്ലാവരും പങ്കെടുക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ പങ്കെടുക്കാവുന്ന ആൾക്കാരെല്ലാം പങ്കെടുക്കും. കുറേ പേർക്ക് ജോലി തിരക്കുകളുണ്ട്, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും പങ്കെടുക്കും. അപ്പം അത് ചാനലിൽ ഇടുന്നതെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് ആ മീറ്റിങ്ങും നമ്മുടെ മറ്റു കാര്യങ്ങളും എല്ലാം ഒരു തുടക്കമാണ്. അപ്പം യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം. കാര്യം ഇനിയിപ്പോൾ എല്ലാവരെയും ഒന്നും അറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ, അത്യാവശ്യം ഫുഡ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ഞാൻ ചെയ്യും. അപ്പം ഇന്ന് നമ്മൾ എല്ലാവരോടും ചേർന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിക്കാം. അപ്പം അതിൻ്റെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ മുമ്പിലെത്തി. നമുക്കിനിയിപ്പം ഇവിടെ കയറി ഹരിപ്രിയം കൂടെ ഒന്ന് കണ്ട് ആ പൈസയുടെ കാര്യം ചോദിച്ച്, പപ്പൻ്റെ പൈസയുടെ കാര്യം കൂടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ചത്തോന്നറിയാൻ വന്നാണല്ലേടാ. ഫണ്ടേ ആരെയാ? പൊപ്പൻ്റെയാ? ഇപ്പം ഞാൻ ചെന്നപ്പം പറഞ്ഞു 150 ഇവിടെ ഒന്ന് മേടിച്ചോളാൻ പറഞ്ഞു. വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ലേ? ശരി, എന്നാൽ നേരത്തെ എത്തുമെന്ന് മീറ്റിങ്ങിന്. ബൈജിനോടെ കൂട്ടി കേട്ടാ. ശരി, എന്നാൽ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സൈറ്റുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്രൂ മെമ്പർ അവിടെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ പിരിവ് വെച്ചിട്ടുണ്ട് നമ്മളിതിനകത്ത്. ഇന്നത്തെ പരിപാടിക്ക് 150 രൂപ വെച്ച്. അപ്പം നോക്കാം നമുക്ക് പോയി എന്താണെന്ന് പറയുന്നതെന്നുള്ളത്. ഓക്കെ, ആ 150 പിരിവ് ഞെട്ടിയില്ല. ഗൂഗിൾ പേ വേണമെന്നില്ല, ക്യാഷ് ആയാലും മതി. പലചരക്കടെ പോയി കഴിഞ്ഞാൽ കടം കിട്ടത്തില്ല. എൻ്റെ ഇല്ല, 300 രൂപ കടം മേടിച്ചു വന്നതാ ഞാൻ. പൂവർ ബഗേഴ്സ് മലയാളീസിനെ വില കളയാൻ അതെ ഒരു മാസം പണിയെടുപ്പിച്ച് വിട്ടാൽ മതി. അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും. തൽക്കാലം ഇവിടുന്ന് മുങ്ങ. അവിടെ നമുക്ക് കടയിലെത്തി. നമുക്ക് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. ഓക്കെ, ഒരു വാട്ടർ കൂടെ ചെറുതെടുക്കും. ഇപ്പം കടയിലെത്തി. അടുത്ത് നമുക്ക് ഇവിടുന്ന് ചിക്കനും കൂടെ വാങ്ങിയിട്ട് ഓക്കെ, ഒരു 2 കോഴി എടുക്കണം. എടാ, ഇത് അവൻ തന്നെയാ. ആ പോരാന്നുള്ള സൗണ്ട് കേട്ടാ അറിയാ. തൂക്കം നോക്കണം, 2 കോഴി എടുക്കും. കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ കുഴിക്കിന്തയെ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ കുഴിക്കിന്തയെ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. ആയുധം വെച്ചിട്ടുള്ള കളിയാണ് ഗൈസ്. കണ്ടോ, വളരെ കൃത്യമായ ജബേശ പറഞ്ഞോളൂ. എന്തെങ്കിലും അഭിപ്രായമാണേ പറ. ഒരഭിപ്രായമല്ല ഞങ്ങൾക്ക്. എത്രയും പെട്ടെന്ന് ഫുഡ് ആയാൽ മാത്രം മതി. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. കണ്ണ് കാണത്തില്ല ഗൈസ്, എന്ത് ചെയ്യാനെന്ന് പറയുന്നത്.
എല്ലാം ശരിയാവും. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താക്കാക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണേ. വെള്ളമാണ് ഇപ്പൊ കയറ്റി എത്രയും പെട്ടെന്ന്. ഇനി എത്ര കലാപരിപാടികൾ കാണാൻ കിടക്കുന്ന എന്തോ പറയാനുണ്ട്. റൈസിനുള്ള എന്റത് ഞാൻ തന്നെ അരിഞ്ഞ് മൊത്തം ക്ലിയർ ചെയ്ത് ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും കൊടുക്കാതെ. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അല്ല പറയുന്നത് ചെറിയൊരു സഹായം വേണം. ഞങ്ങളുടെ കുഞ്ഞാള് ചിക്കൻ കറിയുടെ ടേസ്റ്റ് നോക്കാൻ പോവാണ്. ഇഷ്ടമാണ്. ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്ററാ? എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മിണ്ടരുത്, എന്ത് പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ടോണം. ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് എല്ലാം അവസാനിച്ചു. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. ഓൾമോസ്റ്റ് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഇനി 2-3 പേരെ ഉള്ളു പോകാനായിട്ട്. ഒരുമാതിരിയൊക്കെ മോനൊക്കെ ഉറക്കമായി. അപ്പം സമയം ഒരുപാട് വൈകി, 10:30-ഓളമായി.